സൗദി അറേബ്യയിലും ഒരുപാട് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. ഇതെല്ലാം തകർത്തു എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. ബഹ്റൈനിലും ചില ആക്രമണങ്ങൾ നടന്നു. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് ചേരുകയാണ്. ജലീൽ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? എസ്കൻ, കഴിഞ്ഞ രാത്രിയിലും സൗദിക്ക് നേരെ നിരന്തരം ആക്രമണം ഉണ്ടായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ രാത്രി മാത്രം 18 ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ സൗദിക്ക് നേരെ ഉണ്ടായി. 6 മിസൈലുകളും 12 ഡ്രോണുകളും ഉപയോഗിച്ചാണ് ശ്രമം നടന്നത്. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മിസൈൽ കൂടുതൽ ഈ 6 മിസൈലുകളും വന്നത് അൽഖർജിന് നേരെയാണ്. അമേരിക്കയുടെ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് അൽഖർജിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമായി ഇപ്പോൾ അൽഖർജ് മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 2 തവണ വാർണിംഗ് മെസ്സേജ് ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ലഭിച്ചിരുന്നു അൽഖർജിൽ. ഏതായാലും ഡ്രോൺ ആക്രമണം ഇന്നലെ ഉണ്ടായത് റിയാദ് മേഖലയ്ക്കും അതോടൊപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യക്കും നേരെയാണ്. ഇതുവരെ സൗദിക്ക് നേരെ ഉണ്ടായത് 330-ലേറെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ്. അതിൽ 99% പ്രതിരോധ സേന തകർത്തു. അതേസമയം മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം സൗദിയിൽ ഉണ്ടായത് ഫോർമുല 1 കാറോട്ട മത്സരം റദ്ദാക്കി. ഏപ്രിൽ 17 മുതൽ 19 വരെ ജിദ്ദയിലെ കോർണീഷിലാണ് ഈ മത്സരം നടക്കേണ്ടിയിരുന്നത്. പുതിയ പശ്ചാത്തലത്തിലാണ് ഈ മത്സരം റദ്ദാക്കിയത്. ഈ മത്സരത്തിന് രാജ്യം പൂർണ്ണമായും സജ്ജമായിരുന്നു. പക്ഷേ താരങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രധാനം. സംഘാടകരാണ് ഇത് റദ്ദാക്കിയത് എന്നാണ് സൗദി കായിക മന്ത്രി അറിയിച്ചിരിക്കുന്നത്. മുമ്പ് 5 തവണ വിജയകരമായി ഈ ഫോർമുല 1 ജിദ്ദ കോർണീഷിൽ നടന്നിരുന്നു. അത് വിജയകരമായി നടത്തുകയും ചെയ്തു. എന്നാൽ സൗദി പ്രോ ലീഗ് ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങൾക്കൊന്നും ഇതുവരെ ഒരു മാറ്റവും ഇല്ല. സൗദി ഇത്രമാത്രം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടും സൗദിയിൽ ജനജീവിതത്തെ ഇത് ഒട്ടും ബാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്കൂളുകളും ഓഫീസുകളും വ്യാപാര കേന്ദ്രങ്ങളും ഒക്കെ കൃത്യമായിട്ട് സാധാരണ പോലെ നടക്കുന്നുണ്ട്. വിഷൻ 2030യുടെ ഭാഗമായി വലിയ മെഗാ പ്രോജക്റ്റുകൾ പദ്ധതികൾ സൗദിയിൽ നടക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. എല്ലാ പദ്ധതികളും പരിപാടികളും സൗദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോർമസ് പ്രതിസന്ധിക്ക് സൗദിയുടെ ഒരു ബദൽ നീക്കം കഴിഞ്ഞ ദിവസം നാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ചരക്ക് നീക്കത്തിന് സൗദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ജിദ്ദ യാംബു തുറമുഖങ്ങൾ വഴി ഒരു ബദൽ സംവിധാനമാണ് സൗദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഗൾഫ് മേഖലയ്ക്ക് മൊത്തം ഗുണകരമാകുന്ന രീതിയിലാണ് ഈ ബദൽ സംവിധാനം കാണുന്നത്. എന്നാൽ സൗദി ഓഹരി വിപണിയെ ഒട്ടും ഈ യുദ്ധം ബാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയുമായും ഇറാനുമായും നല്ല ബന്ധം നിലനിർത്തുന്ന സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സംഘർഷം വലിയ ആശങ്കയാണ്. സൗദിയുടെ എണ്ണ പ്ലാന്റുകളും ജനവാസ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള ബന്ധം ഇനി എങ്ങനെയായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം സൗദി വിച്ഛേദിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സൗദിയിലെ ഇറാൻ അംബാസിഡറെ റിയാദിൽ വിളിച്ച് പ്രതിഷേധം അറിയിച്ചു എന്നത് മാത്രമാണ് ഇതിൽ നടന്ന ഒരു കാര്യം. ഇറാനുമായി മുമ്പത്തെ പോലെ ഇനിയും ഒരു സംഘർഷത്തിന് പോകാതെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സൗദി ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇറാനെ ആക്രമിക്കാൻ സൗദിയുടെ മണ്ണും ആകാശവും വിട്ടു നൽകില്ല എന്ന് സൗദി വ്യക്തമാക്കിയതാണ്. അത് പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇറാൻ ആക്രമണം തുടരുന്നത് കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എസ്കേൻ. ഓക്കെ, താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും തത്സമയം ചേർന്നത്. ഇന്നലെ ഫുജൈറയിലും അതുപോലെ കുവൈറ്റിലുമൊക്കെ തന്നെ ആക്രമണം നടന്നു. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടക്കുന്നതിനെതിരെ UAE ഗവൺമെൻറ് അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. കുറച്ചധികം ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു എന്നുകൂടി നമുക്ക് ലഭിക്കുന്ന വിവരമുണ്ട്. കാര്യം തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, AI ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക, ഇതൊക്കെ തന്നെ വലിയ കുറ്റമാണ്. നമ്മുടെ ഇന്ത്യക്കാരും നമ്മുടെ മലയാളികളും വളരെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ആ രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് അവിടെ താമസിക്കുമ്പോൾ 100% ബാധ്യതയുണ്ട് എന്നുകൂടി തിരിച്ചറിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.